പൂരി, ചപ്പാത്തി, നാനിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കൻ ടിക്ക മസാല നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെടും. ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിവിടെ 700 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3 സ്പൂണോളം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കസൂരി മേത്തി പൊടിച്ചതും 1/2 മുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 20 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ അത്ര നല്ലതല്ല ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 വശവും മൂത്ത് വരുമ്പോൾ നമുക്കത് വാങ്ങാം കേട്ടോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും 1 കഷ്ണം കറുവാപ്പട്ടയും അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നന്നായി മൂത്ത് വരുമ്പോൾ 1/2 സ്പൂൺ ജീരകവും കൂടെ നമുക്കതിൽ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞത്, അത് നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കണം. അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 3 തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മൂക്കണം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എണ്ണ തെളിയുന്നിടം വരെ നന്നായി ഇളക്കണം കേട്ടോ. എണ്ണ ഊറുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഗ്രേവി കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തു. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് അടച്ചു കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അത് രണ്ടും കൂടെ യോജിക്കത്തക്ക വിധം ഇളക്കി കൊടുക്കണേ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രേവി നന്നായിട്ട് വേണ്ടവർക്ക് അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഒരു കുറുകിയ പരുവമാകുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം ഫ്രഷ് ക്രീം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ കറി ഒരു കുറുകിയ ഗ്രേവിയിൽ വേണം കേട്ടോ. ഓവറായിട്ടങ്ങ് വെള്ളം ചേർക്കരുത്. എന്നാൽ അത്യാവശ്യം ഗ്രേവി വേണ്ടവർക്ക് വെള്ളം ചേർക്കുകയും ആവാം. ചിക്കനും ഗ്രേവിയും കൂടെ നന്നായി യോജിക്കുന്നേരം വരെ മൂടി വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. 1/2 കപ്പ് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ രുചികരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമേ.